ബിജോ മാണി ഒപ്പം തന്നെ നമുക്ക് അതിഥിയായി CM ശിവരാമൻ ഇരുവരുമുണ്ട്. ആദ്യം ഞാൻ ശ്രീ ബിജോ മാണിയിലേക്ക് പോവുകയാണ്. ശ്രീ ബിജോ മാണി അങ്ങനെ ഒരു ഇടുക്കി സ്വദേശി കൂടിയാണ്. അവിടെ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. അതായത് നിലവിലിപ്പോൾ പല ജില്ലകളിലായിട്ട് ഈ ആനയുടെ പ്രശ്നമുണ്ടെങ്കിൽ പോലും അത് ഏറ്റവും കൂടുതൽ ആ പ്രശ്നം അഭിമുഖീകരിക്കേണ്ടി വരുന്ന ആളുകൾ എന്ന് പറയുന്നത് ഇടുക്കി ജില്ലക്കാരാണ്. ഇടുക്കിക്ക് വേണ്ടി പ്രത്യേക തരത്തിൽ ഈ പടയപ്പയൊക്കെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ സമയത്ത് പ്രത്യേക തലത്തിൽ നിരീക്ഷണം നടത്തുമെന്നുള്ള പ്രഖ്യാപനങ്ങളൊക്കെ വന്നിരുന്നു. നിലവിൽ ഇടുക്കിയിൽ ഈ തരത്തിൽ എന്തൊക്കെ ഏകോപനങ്ങൾ, എന്തൊക്കെ പദ്ധതികൾ, പ്രവൃത്തികൾ വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു നമുക്ക് തുടങ്ങാം. തീർച്ചയായിട്ടും വന്യജീവി ശല്യം ഏറ്റവും രൂക്ഷമായ ഒരു ജില്ലയാണ് ഇടുക്കി ജില്ല. ഈ തൊട്ടടുത്ത നാളിലാണ് കാഞ്ഞിരവേലിയിൽ ഒരു അമ്മ വീട്ടിൽ സ്വന്തം പറമ്പിൽ ജോലി ചെയ്തിരുന്നപ്പോൾ കാട്ടാനയുടെ ആക്രമണത്തിൽ മരണപ്പെട്ടത്. അതിനും ഒരാഴ്ച മുൻപാണ് ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറെ കാട്ടാന ആക്രമണത്തിൽ മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. അപ്പം കഴിഞ്ഞ 10 വർഷമായി ഇടുക്കി ജില്ലയിൽ രൂക്ഷമായ വന്യമൃഗശല്യം ജനങ്ങൾ നേരിടുകയാണ്. ഈ വന്യമൃഗശല്യം പരിഹരിക്കുന്നതിന് ആവശ്യമായ ശാശ്വതമായ നടപടികൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പൊ വന്യജീവി ശല്യം എന്തുകൊണ്ട് ഉണ്ടാകുന്നു എന്നതിനെ സംബന്ധിച്ച് വിശദമായ പഠനങ്ങളും അതിന്റെ അടിസ്ഥാന നടപടികളും ഉണ്ടാകേണ്ടതാണ്. പ്രധാനമായും പറയുന്ന ഒരു കാര്യം, വന്യജീവികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചിരിക്കുന്നു. വനത്തിനുള്ളിലെ ആവാസ വ്യവസ്ഥ നഷ്ടപ്പെട്ടിരിക്കുന്നു. അപ്പം ഈ കാര്യങ്ങളാണ് വന്യജീവി ശല്യം വർദ്ധിക്കുന്നതിന് കാരണമായി വനംവകുപ്പ് ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പം ഈ വനത്തിനുള്ളിലെ ആവാസ വ്യവസ്ഥ നഷ്ടപ്പെട്ട് സംരക്ഷിക്കാൻ വനംവകുപ്പ് എന്ത് നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളത്? അതോടൊപ്പം തന്നെ വന്യമൃഗങ്ങളെ ഈ വനത്തിൽ തന്നെ നിലനിർത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അവ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാതിരിക്കാൻ എന്ത് സുരക്ഷാ നടപടികളാണ് വനംവകുപ്പ് സ്വീകരിച്ചിട്ടുള്ളത് എന്ന് പരിശോധിക്കുമ്പോഴാണ് ഈ കാര്യങ്ങളിൽ വനംവകുപ്പിന്റെ വീഴ്ച നമ്മൾക്ക് വ്യക്തമാകുന്നത്. ഇപ്പം കാഞ്ഞിരവേലിയിൽ ഒരു മാസം മുമ്പ് ഒരു വീട്ടമ്മ മരിച്ച വിഷയവുമായി ബന്ധപ്പെട്ട് ആ പ്രദേശത്ത് നിങ്ങൾക്ക് പോയാൽ മനസ്സിലാകും അവിടെ വനംവകുപ്പ് നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതികൾ. അപ്പൊ അവിടെ ഫെൻസിങ് നടപ്പിലാക്കിയിട്ടുണ്ടെന്നാണ് വനംവകുപ്പ് അവകാശപ്പെടുന്നത്. അവിടെ ചെന്ന് നോക്കിയാൽ അറിയാം ആ ഫെൻസിംഗ് ഒക്കെ തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ്. അവിടെ വെറും ഇരുമ്പ് പൈപ്പ് മാത്രമാണ് ഉള്ളത്. അപ്പം വനംവകുപ്പ് വന്യജീവി ശല്യം തടയാനായിട്ട് നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതികൾ 99% പ്രവർത്തനരഹിതമാണ്. വനംവകുപ്പ് അവകാശപ്പെടുന്നത് സോളാർ ഫെൻസിങ്, പവർ ഫെൻസിങ്, ട്രഞ്ച്, റോപ്പ് വേ ഫെൻസിങ്, അതുപോലെ SMS അലർട്ട്, റാപ്പിഡ് റെസ്പോൺസിബിൾ ടീമിന്റെ സേവനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വന്യജീവി ശല്യം തടയാൻ വേണ്ടി നടപ്പിലാക്കുന്നുണ്ട് എന്നാണ്. പക്ഷെ ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇവയിൽ പല പദ്ധതികൾ ഇപ്പോൾ പ്രവർത്തനരഹിതമാണ്. ഇപ്പൊ സോളാർ ഫെൻസിങ് ആയിക്കോട്ടെ, പവർ ഫെൻസിങ് ആയിക്കോട്ടെ, ഇവയൊന്നും സമയാസമയങ്ങളിൽ അറ്റകുറ്റപ്പണി നടത്താത്തതുകൊണ്ട് ഇവർ ഭൂരിഭാഗവും പ്രവർത്തനരഹിതമാണ്. അപ്പം ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഇപ്പൊ സോളാർ ഫെൻസിങ്ങോ പവർ ഫെൻസിങ്ങോ സ്ഥാപിച്ചിട്ടുള്ള സ്ഥലങ്ങളിൽ അവ പള്ളയും കാടും കീറി കിടക്കുക. ഇപ്പൊ പള്ളയും കാടും കീറി കിടന്ന ഇവയൊന്നും പ്രവർത്തിക്കത്തില്ല. അപ്പൊ അതിന്റെ സമീപത്തെ പള്ളയും കാടും പോലും ഒന്ന് വൃത്തിയാക്കി ഇപ്പൊ പ്രവർത്തിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കാൻ എന്തുകൊണ്ട് വനംവകുപ്പിന് കഴിയുന്നില്ല? അതോടൊപ്പം തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം ട്രഞ്ച് കുഴിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇപ്പം ട്രഞ്ച് കുഴിച്ചു കഴിഞ്ഞാൽ വർഷകാലത്ത് മഴയൊക്കെ പെയ്ത് കഴിയുമ്പോൾ മണ്ണിടിച്ചിലുണ്ടാകും. ആ ട്രഞ്ച് വീണ്ടും മൂടപ്പെട്ടു പോകും. അത് ഓരോ വർഷവും അതിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തി ആ ട്രഞ്ച് പ്രവർത്തനക്ഷമമാക്കാൻ എന്ത് നടപടിയാണ് വനംവകുപ്പ് സ്വീകരിച്ചിട്ടുള്ളത്? അപ്പൊ ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കുമ്പോഴാണ് വന്യജീവി ശല്യം തടയാൻ വേണ്ടി വനംവകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതികളൊന്നും കാര്യക്ഷമമല്ല എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാകുന്നത്. ഇപ്പൊ കഴിഞ്ഞ 1 വർഷം മുൻപ് ഈ മാങ്കുളത്ത് ചിക്കനക്കുടി ആദിവാസി കോളനിയിൽ ഒരു ആദിവാസി യുവാവ് പുലിയുമായി ഏറ്റുമുട്ടി ആ പുലിയെ വെട്ടിക്കൊന്ന സംഭവം നമ്മൾ അറിയുകയുണ്ടായി. വാർത്ത വന്ന കാര്യമാണ്. മാങ്കുളത്ത് ആ ചിക്കനക്കുടി ആദിവാസി കോളനിയിൽ വനംവകുപ്പ് പൈസ വന്യജീവി ശല്യം തടയാൻ വേണ്ടി ചെലവഴിച്ചിട്ടില്ല. ഇപ്പൊ ഇവിടെ തൊട്ടടുത്ത് കഴിഞ്ഞ ദിവസം മാതൃഭൂമി ചാനലിൽ വന്നൊരു വാർത്തയുണ്ട്. വനത്തിലെ വന്യമൃഗങ്ങൾക്ക് വനത്തിനുള്ളിൽ തന്നെ തീറ്റ നൽകുന്നതിന് വേണ്ടി കൊള്ളം കുഴിച്ച് അവിടെ വെള്ളം എത്തിച്ച് നൽകുന്ന ഒരു കാര്യം. അപ്പം വനത്തിലെ ആവാസ വ്യവസ്ഥ നഷ്ടപ്പെട്ടതാണ്, കുടിവെള്ള സ്രോതസ് നഷ്ടപ്പെട്ടതാണ്, വന്യജീവി ശല്യം നഷ്ടപ്പെടാൻ പ്രധാന കാരണം എന്നുള്ളത് കൊണ്ട് വനത്തിനുള്ളിൽ തന്നെ വന്യമൃഗങ്ങൾക്ക് വെള്ളം ലഭ്യമാക്കുന്നതിന് വേണ്ടി സ്വീകരിച്ച നടപടിയാണ്. നമ്മുടെ കേരളത്തിൽ എന്ത് നടപടി ഇതിനു വേണ്ടി സ്വീകരിച്ചിട്ടുള്ളത്? കഴിഞ്ഞ 10 വർഷക്കാലം വന്യജീവി ശല്യം രൂക്ഷമായ സ്ഥലങ്ങളിൽ വനത്തിനുള്ളിൽ ആവാസ റിപ്പോർട്ടിൽ ഉൾപ്പെടെ നമ്മൾ കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്നതാണ്, നിരന്തരം ചൂണ്ടിക്കാണിക്കുന്നതാണ് മറ്റു സംസ്ഥാനങ്ങൾ ഏതു തരത്തിലാണ് ഈ വന്യജീവി പ്രശ്നങ്ങളെ നേരിടുന്നതെന്നും നമ്മൾ അവിടെ ഏത് തരത്തിലാണ് നമ്മുടെ ഈ പ്രശ്നങ്ങളൊക്കെ അവലംബിക്കുന്ന പദ്ധതികളൊക്കെ എവിടെയാണ് തകരുന്നത് നമ്മൾ ചൂണ്ടിക്കാണിച്ചാണ്. ഇപ്പോൾ NCP നേതാവ് CM ശിവരാമൻ കൂടി നമുക്കൊപ്പമുണ്ട്. ശ്രീ CM ശിവരാമൻ, അതായത് സാധാരണ ഈ തെരഞ്ഞെടുപ്പ് കാലം എന്ന് പറയുന്നത് നടക്കുന്നതും നടക്കാത്തതുമായിട്ടുള്ള നിരവധി വാഗ്ദാനങ്ങൾ നമ്മൾ മുന്നോട്ട് ജനങ്ങൾക്കായി നൽകുന്ന ഒരു കാലഘട്ടമാണ്. അതേ സമയത്താണ് ഇവിടെ ഒരു ജനത, ഒരു ജില്ലയിലൊന്നുമല്ല, ഇതെല്ലാ ജില്ലകളിൽ തന്നെ മലയോര മേഖലയിൽ ഇതായി മാറിയിരിക്കുകയാണ് പ്രശ്നം. എത്ര പേരാണ് ഈ വർഷം മാത്രം മരിച്ചത്? ജീവൻ പണയം വെച്ച് ജീവിക്കേണ്ടി വരുന്നു. എവിടെയാണ് ഈ ഏകോപനക്കുറവ് സംഭവിക്കുന്നിടത്ത് എന്തുകൊണ്ടൊരു ഇടപെടൽ ഉണ്ടാകുന്നില്ല? സർ പറയൂ.
വയനാട് മലപ്പുറം അതിർത്തിയിലാണ് ഇന്ന് ഇവിടെ ഒരു സംഭവം നടന്നത്. ഒരു ആദിവാസി സ്ത്രീ തേനെടുക്കാൻ വേണ്ടി ഫോറസ്റ്റിന്റെ ഉള്ളിൽ വെച്ചാണ് ഈ സംഭവം നടക്കുന്നത്. വീഡിയോ ഓഫ് ആണ്, വീഡിയോ ഒന്ന് ഓൺ ചെയ്യാമോ? എന്തായാലും സാർ നമുക്ക് ആ വീഡിയോ ഓൺ ചെയ്താൽ കുറച്ചുകൂടി സുഖമായി സാറിനെ കേൾക്കുകയും കാണുകയും ചെയ്യാമായിരുന്നു. ഞാൻ സാറിലേക്ക് അതിനുശേഷം തന്നെ മടങ്ങിയെത്താം. ഒരിക്കൽ കൂടി ബിജോ മാണിയിലേക്ക് പോവുകയാണ്. ശ്രീ ബിജോ മാണി, അത് തന്നെയാണ് നമ്മൾ നിലവിൽ ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ആരോപണ പ്രത്യാരോപണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ ജനങ്ങൾക്ക് വേണ്ട ഏറ്റവും അടിസ്ഥാനമായിട്ട് ജീവിക്കാൻ, അതായത് സ്വൈര്യമായി കിടന്നുറങ്ങാൻ പറ്റാത്ത അവസ്ഥയുണ്ടാകുമ്പോൾ ജനങ്ങൾ ഈ പരാതി ആരോട് പറയണം? ഒരുപോലെ രണ്ട് മുന്നണികളും അല്ലെങ്കിൽ ഈ ആരൊക്കെയാണോ ജനപ്രതിനിധികൾ അടങ്ങുന്ന എല്ലാവരും ഇതിനൊക്കെ ഉത്തരവാദിത്തപ്പെട്ടവരല്ലേ? ഇതിനത്ര ആരോപണ പ്രത്യാരോപണത്തിന്റെ വിഷയമല്ല. നമ്മൾ ഈ വിഷയത്തെക്കുറിച്ച് പഠിക്കുമ്പോഴാണ് നമുക്ക് സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള വീഴ്ചകൾ നമുക്ക് മനസ്സിലാകുന്നത്. നിങ്ങൾ ഈ വന്യജീവി ശല്യം ഉണ്ടായിട്ടുള്ള പ്രദേശങ്ങളിൽ മാതൃഭൂമി ചാനലിലെ റിപ്പോർട്ടർമാരിൽ ചെന്ന് അവിടെ വനവകുപ്പ് നടപ്പിലാക്കിയുള്ള പദ്ധതികൾ എത്ര ശതമാനം പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ കഴിഞ്ഞാൽ ഈ കാര്യത്തിൽ സർക്കാരിന്റെ വീഴ്ച നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പം ഈ ഓരോ പ്രദേശം നടപ്പിലാക്കിയുള്ള പദ്ധതികൾ ഏറ്റവും കൂടുതൽ വന്യജീവി കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് ഏറ്റവും കൂടുതൽ വന്യജീവി ആക്രമണത്തിൽ ആളുകൾ മരണപ്പെട്ടത് 3ാം വൈൽഡ് ലൈഫ് ഡിവിഷന് കീഴിലാണ്. 46 പേരാണ് അവിടെ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ മരണപ്പെട്ടത്. അവിടെ വനംവകുപ്പ് ഈ സുരക്ഷാ നടപടികൾ സ്വീകരിക്കാൻ വേണ്ടി ചെലവഴിച്ച പണം എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? വെറും 74 കോടി രൂപ മാത്രം. കഴിഞ്ഞ 10 വർഷത്തെ കണക്കാണ്. അവിടെ മരണപ്പെട്ട ആളുകൾ എത്രയാണ്? 46 പേര്. അപ്പൊ ഈ കാര്യത്തിൽ വനംവകുപ്പ് എന്ത് നടപടിയാണ് വന്യജീവികളെ വനത്തിനുള്ളിൽ തന്നെ നിലനിർത്താൻ വേണ്ടി വനംവകുപ്പ് സ്വീകരിക്കുന്നത്? എന്ത് സുരക്ഷാ നടപടികളാണ് ജനങ്ങൾക്ക് വേണ്ടി വനംവകുപ്പ് നടപ്പിലാക്കുന്നത്? നമ്മൾ പരിശോധിക്കേണ്ടതല്ലേ? ഇനി നടപ്പിലാക്കുന്ന പദ്ധതികൾ എത്ര ശതമാനം പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള കാര്യം വനംവകുപ്പ് പരിശോധിക്കണ്ടേ? വനംവകുപ്പ് എത്ര ഉദ്യോഗസ്ഥന്മാർക്കാണ് ശമ്പളം നൽകി? അതിനുള്ള മറുപടി ശ്രീ CM ശിവരാമൻ അദ്ദേഹത്തിന് ഇപ്പോൾ നമ്മളോട് സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചിട്ടുണ്ട്. ശ്രീ ശിവരാമൻ, അതായത് ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്ന ബിജോ മാണി ചൂണ്ടിക്കാണിക്കുന്ന പോലെയുള്ള പ്രശ്നങ്ങളാണ് എല്ലാവർക്കും ചൂണ്ടിക്കാണിക്കാനുള്ളത്. ഇന്നലെ ജോയ്സ് ജോർജ് തന്നെ നമ്മളോട് സംസാരിക്കുമ്പോൾ ഈ ഏകോപന കുറവ് ഉണ്ടെന്നുള്ള കാര്യം തുറന്നു സമ്മതിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ശരിയാണ്, ഏകോപന കുറവ് അത് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ താഴെത്തട്ടിലുള്ള പ്രവർത്തനം തുടങ്ങി അത് നിരീക്ഷിക്കേണ്ടതാണ്. അവിടെ ഉണ്ടാകുമ്പോൾ ഇത്രയും ആളുകൾ മരിച്ചു വീഴുമ്പോഴും അല്ലെങ്കിൽ ഇത്രയും ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുമ്പോഴും എന്തുകൊണ്ടാണ് അത് ആ പ്രശ്നം പരിഹരിക്കാൻ ഒരു ഇടപെടൽ ഉണ്ടാകാത്തത്? നമുക്ക് ആ തലത്തിലൊരു പദ്ധതിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ആ തലത്തിൽ അവലംബിക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? അല്ല, അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അത് ഏകോപിപ്പിച്ചുകൊണ്ട് വയനാട്ടിലൊക്കെ കൃത്യമായ അതിനൊരു മോണിറ്ററിംഗ്, രാഷ്ട്രീയ പാർട്ടികളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള, അതുപോലെ ഉദ്യോഗസ്ഥർ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള, ജനപ്രതിനിധികൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കമ്മിറ്റി ഉണ്ടാക്കിക്കൊണ്ട് അതിന്റെ മേൽനോട്ടത്തിൽ തന്നെ ഇപ്പൊ 3 വർഷം ഉൾപ്പെട്ടുകൊണ്ട് 3 പ്രാവശ്യം അതിന്റെ മീറ്റിംഗ് നടത്തി ഒരു CCFന് അതിന്റെ പൂർണ്ണ ചുമതല കൊടുത്തുകൊണ്ട് അതിന്റെ എല്ലാ ഏകോപന പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും ദൗർഭാഗ്യകരമായ ഒരു സംഭവമാണ് നടന്നത് എന്ന് നമുക്കറിയാം. പക്ഷെ ഈ ഇപ്പം നടന്നത് ഫോറസ്റ്റിന്റെ ഉള്ളിൽ വെച്ചിട്ടാണ് സംഭവം നടന്നത്. ഫോറസ്റ്റിന്റെ അകത്ത് ഉള്ളിൽ വെച്ച് തേനെടുക്കാൻ പോയപ്പോഴാണ് സംഭവം നടന്നത് എന്നുള്ളത് സത്യം നമുക്കറിയാം. അപ്പം മോണിറ്ററിംഗ് കമ്മിറ്റി ഉണ്ടാക്കി അതിന്റെ പ്രവർത്തനങ്ങൾ കൃത്യമായി നടക്കുന്നുണ്ട്. അതിന്റെ ഒരു ഇപ്പൊ ക്യാമറകൾ വെക്കാൻ പോകുന്നുണ്ട് എല്ലാ സ്ഥലത്തും. ഫോറസ്റ്റിന്റെ ഉള്ളിൽ നിന്ന് എത്ര കിലോമീറ്റർ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാലും അതിനു മുൻപ് ഫോറസ്റ്റിന്റെ അതിർത്തിയിൽ എത്തുന്നതിന് മുമ്പുള്ള വിവരങ്ങൾ ലഭ്യമാക്കുന്ന രീതിയിലുള്ള ക്യാമറകൾ വെക്കാൻ വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു. അവർ വന്ന് സർവേ നടത്തി പോയി. ഉടനെ തന്നെ ഏറ്റവും പെട്ടെന്ന് തന്നെ അത് വെക്കാൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾ ചെയ്യുന്നുണ്ട്. വയനാട്ടിൽ ഇപ്പം ഏകദേശം ഒരു ഉടനെ തന്നെ ചൂണ്ടിക്കാണിച്ച പോലെ തന്നെ വയനാട്ടിൽ ഇന്ന് ഉണ്ടായിരിക്കുന്ന ഈ ഒരു മരണം എന്ന് പറയുന്ന അല്ലെങ്കിൽ ആ ഒരു ദാരുണ സംഭവം എന്ന് നമ്മൾ പറയുന്നത് ഈ പറഞ്ഞതുപോലെ ഉൾവനത്തിലേക്ക് പോയതാണ്. അവരോട് കാലങ്ങളായിട്ട് അങ്ങനെ വനത്തിനോട് ചേർന്ന് ജീവിക്കുന്ന ആളുകളാണ്. അവർക്കാണ് അവിടെ ജീവൻ നഷ്ടമായിരിക്കുന്നത്. സ്ഥലത്തെ പറ്റിയൊക്കെ അവർക്ക് കൃത്യമായിട്ട് അറിയാം. ആന ഇറങ്ങുമോ ഇല്ലയോ എന്നൊക്കെ അറിയാം. അവിടെ എന്തുകൊണ്ട് ആന ഇറങ്ങി, അതും ഈ പറയും പോലെ കുടിവെള്ളത്തിനായിട്ട് വന്നതായിരിക്കും. പക്ഷെ ഞാൻ ചോദിക്കുന്നത് അതല്ല, ഈ ഉടനെ എന്ന് പറയാൻ തുടങ്ങിയിട്ട് ഈ വർഷം തന്നെ ഇത് എത്രയായി? ഈ വർഷം തന്നെ ഇത് എത്ര മരണങ്ങൾ സംഭവിച്ചു? നമുക്ക് ഇടുക്കിയിൽ ഇന്നലെ 5 ഇടത്താണ് ആന ഇറങ്ങിയത്. ഇന്നും ആന ഇറങ്ങുന്നു. പാലക്കാട് പുലി ഇറങ്ങുന്നു. ഇവിടെയൊക്കെ വനംവകുപ്പിന്റെ അതിർത്തികൾ ഉൾപ്പെടെയുള്ളിടത്ത് വനംവകുപ്പിന്റെ ഒരു പരിശോധന അല്ലെങ്കിൽ ജനങ്ങൾക്ക് കൃത്യമായിട്ട് ജാഗ്രതാ നിർദ്ദേശം നൽകുന്ന ആ തലത്തിലേക്കുള്ള ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള നൽകേണ്ട നിർദ്ദേശങ്ങൾ, ജാഗ്രതാ നിർദ്ദേശങ്ങൾ പോലും ഉണ്ടാകാതെ വരുന്നത് എന്തുകൊണ്ടാണ്? അവിടെയല്ലേ നമ്മുടെ പാളിച്ച തുടങ്ങുന്നത്? നിർദ്ദേശങ്ങൾ ഉണ്ടാവുന്നതിനാണ് കേരള ഗവൺമെന്റ്, കേന്ദ്ര ഗവൺമെന്റ് 1972 കൊണ്ടുവന്ന നിയമം പൊളിച്ചെഴുതണമെന്ന് ആവശ്യപ്പെടുന്നത്. അത് എഴുതി കഴിഞ്ഞാൽ മാത്രം, കാരണം ഈ വന്യമൃഗങ്ങളൊക്കെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ പരമ്പരകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. കർണാടകയിലൊന്നും വെള്ളം കിട്ടാതെ കർണാടകയിൽ നിന്നുള്ള
കടുവയും അതുപോലെ ആനയുമാണ് വയനാട്ടിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നത്. അത് വന്നുകൊണ്ട് നമ്മുടെ പ്രദേശങ്ങളിൽ അത്യാവശ്യം പച്ചപ്പുള്ള പ്രദേശമാണ് വയനാട്. അവിടെ വെള്ളങ്ങൾ സൗകര്യപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് കർണാടകയിൽ നിന്ന് ബന്ദിപ്പൂരിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഞാനടക്കം മന്ത്രിയോടൊപ്പം ബന്ദിപ്പൂരിൽ പോയിരുന്നു. ബന്ദിപ്പൂരിൽ പോയി കാടുകളിൽ ഞങ്ങൾ സഞ്ചരിച്ചപ്പോൾ ആനയെ കണ്ടാൽ നമുക്ക് സങ്കടം തോന്നും. കാരണം ഒന്നും കഴിക്കാതെ ദയനീയമായി നിൽക്കുന്ന എല്ലും തോലുമായി നിൽക്കുന്ന ആനകളാണ് അവിടെ ഉള്ളത്. അവര് വരുന്നത് വയനാട് പ്രദേശങ്ങളിലേക്കാ, കേരളത്തിന്റെ അതിർത്തികളിലേക്കാ. കേരളം ഇതൊക്കെ സംരക്ഷിക്കുന്നുണ്ട്. കേരളത്തിലെ വെള്ളത്തിന് ആവശ്യത്തിനുള്ള വെള്ളം സംരക്ഷിക്കുന്നുണ്ട്. പിന്നെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ, കോടതി നിർദ്ദേശിച്ച ഉദ്യോഗസ്ഥർ ഇവിടെ വന്നിരുന്നു. കോടതിയുടെ നിർദ്ദേശം അനുസരിച്ച് കോടതിയുടെ ഒരു കമ്മിറ്റി ഇവിടെ വന്നിരുന്നു. അവർ വന്നിട്ട് പരിശോധന നടത്തിയിട്ട് അവർ നമ്മളോട് പറഞ്ഞത് ആവശ്യത്തിനുള്ള വെള്ളം ഫോറസ്റ്റിന്റെ ഉള്ളിൽ പോയി ഞങ്ങൾ കണ്ടിട്ടുണ്ട്. തീറ്റയും അത്യാവശ്യത്തിനുണ്ട്. അത് കർണാടകയിൽ നിന്ന് വരുന്ന മൃഗങ്ങളാണ് ഏറ്റവും കൂടുതൽ കേരളത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതും ഇവിടെ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിന്റെ പ്രധാന പങ്ക്. പക്ഷെ അത് 1972 നിയമം മാറ്റപ്പെടേണ്ടതുണ്ട്. അത് മാറ്റിക്കഴിഞ്ഞാൽ നടപടി സ്വീകരിക്കാൻ കഴിയുമെന്നാണ് ഞങ്ങൾ അവസാനിപ്പിച്ചൊരു കാര്യത്തിൽ നിന്ന് തുടങ്ങട്ടെ. അതായത് ഈ കേരളത്തിലാണെങ്കിൽ പോലും മൃഗങ്ങൾ കാടിറങ്ങി വരുന്നത് വെള്ളം കിട്ടാത്തതുകൊണ്ട്, കൊടും ചൂടാണ്, വെള്ളം കിട്ടാത്തതുകൊണ്ടെന്നുള്ളതാണ് നമ്മൾ ഈ വന്യജീവി വിദഗ്ധരുമായൊക്കെ സംസാരിക്കുമ്പോഴാണല്ലോ പറയുന്നത്. എവിടെയാണ് നമ്മൾ അത്തരത്തിൽ ശരിയാണ് അങ്ങ് പറയുമ്പോൾ നമുക്ക് ഒരുപാട് പ്രകൃതിയുടെ റിസോഴ്സുകളുണ്ട്, ഒരുപാടുണ്ട്, പ്രകൃതിയുടെ സ്രോതസ്സുകളുണ്ട്. പക്ഷേ അതൊക്കെ ഈ വന്യമൃഗങ്ങൾക്ക് അത് തന്നെ മനുഷ്യന്റെ ജീവൻ അപായപ്പെടുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നില്ലേ? എവിടെയാണ് നമുക്ക് അത്തരത്തിലൊരു സംവിധാനങ്ങളൊക്കെ ഉള്ളത്? എവിടെയാണ്? വയനാട്ടിലെ ഉൾപ്രദേശങ്ങളിൽ തടയണങ്ങൾ നിർമ്മിച്ചും കുളത്തിൽ സംരക്ഷിച്ചും വെള്ളം വന്യമൃഗങ്ങൾക്ക് സംരക്ഷിക്കാനുള്ള സാഹചര്യം ഒരുക്കിയിട്ടുണ്ട്. അതിപ്പോഴും ഉണ്ട് അവിടെ. അതുകൊണ്ടാണ് കർണാടകയിൽ നിന്നുള്ള മൃഗങ്ങളൊക്കെ, വന്യമൃഗങ്ങൾ ഇങ്ങോട്ട് കയറി വരുന്നത്. ആനയായാലും കടുവയായാലും ഒക്കെ കേരളത്തിലേക്ക് കയറി വരുന്നത് ആ ഒരു കാരണം കൊണ്ടാണ്. അപ്പൊ അവരെ സംരക്ഷിക്കേണ്ടതുണ്ട്. വന്യമൃഗങ്ങളെ സംരക്ഷിക്കുന്നുണ്ട്. അത് അവിടെ തന്നെ. അതുപോലെ തന്നെ കോടിക്കണക്കിന് രൂപ ഇപ്പൊ ഫോറസ്റ്റിന്റെ ടെൻഡർ ചെയ്തതുണ്ട്. പിന്നെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ മൃഗങ്ങൾ കാട്ടിലേക്ക് കയറാതിരിക്കാൻ, കാട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാതിരിക്കാൻ വേണ്ടിയുള്ള സാഹചര്യം ഒരുക്കുന്നുണ്ട്. കാരണം ഇത് അല്ലാതെ ഇതൊന്നും ഒരുക്കി കാണുന്നുമില്ല. നമുക്ക് ഈ സംഭവങ്ങൾ ആവർത്തിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഞാൻ അതിഥികളിലേക്ക് മടങ്ങിയെത്താം. അങ്ങ് ഈ ആനയുടെ ആരോഗ്യത്തെ പറ്റി, ബന്ദിപ്പൂരിലെ ആനയുടെ ആരോഗ്യത്തെ പറ്റി അങ്ങ് സംസാരിച്ച് ഓർക്കുകയാണ്. ആനയുടെ ക്ഷീണം, ആരോഗ്യാവസ്ഥയെ പറ്റി, അതുപോലെ നമ്മുടെ മനുഷ്യന്മാരെ പറ്റി എന്തുകൊണ്ടാണ് ആ ഒരു ആശങ്കയും ആകുലതയും ഉണ്ടാകാത്തതെന്നുള്ളത്